തിരൂരങ്ങാടി നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എം അബ്ദുറഹ്മാൻ കുട്ടി അവതരിപ്പിച്ചു. റോഡ് വികസനത്തിനും വിദ്യാഭ്യാസ കലാകായികത്തിനും ആരോഗ്യത്തിനും കൃഷിക്കും മുൻഗണന നൽകിക്കൊണ്ട് തിരൂരങ്ങാടി നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എം അബ്ദുറഹ്മാൻ കുട്ടി അവതരിപ്പിച്ചു. 74,52,53,854 രൂപ വരവും 66,23,03,000 രൂപ ചെലവും 8,29,50,854 രൂപ മിച്ചവുമുള്ള ബജറ്റിൽ നികുതി ഇനത്തിൽ 4,90,00,000 രൂപയും നികുതി ഇതര വരുമാനത്തിൽ 6,77,95,500 രൂപയും ഗ്രാന്റ് ഇനത്തിൽ 30,61,36,369 രൂപയും വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ വിദ്യാഭ്യാസ കലാകായികത്തിന് 3.5 കോടി രൂപയും പരമ്പരാഗത കൃഷിക്ക് 1 കോടി രൂപയും ഓപ്പൺ ജിം, സ്റ്റേഡിയം നിർമ്മാണം, മറ്റ് കായിക പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപയും ക്ഷേമ പദ്ധതികൾക്ക് 2,90,91,000 രൂപയും ആരോഗ്യമേഖലയ്ക്ക് 2,50,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ സ്മാർട്ട് അഗ്രികൾച്ചറൽ ലാബ് നിർമ്മിക്കും. മൃഗാശുപത്രി കെട്ടിട നവീകരണം 30 ലക്ഷം രൂപ, വനിതാ വികസനം 65 ലക്ഷം രൂപ, 5 അങ്കണവാടികൾക്കായി കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ, ഭിന്നശേഷി സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപ, ബഡ്സ് സ്കൂളിന് വാഹനം 25 ലക്ഷം രൂപ, വയോജനങ്ങൾക്കായി ഉല്ലാസയാത്രയുൾപ്പെടെയുള്ള പദ്ധതികൾ, പട്ടികജാതി വികസനത്തിന് 70,91,000 രൂപ, പാലിയേറ്റീവ് കെയർ പദ്ധതി 60 ലക്ഷം, പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് വാഹനം 15 ലക്ഷം, അതിജീവനം ക്യാൻസർ നിവാരണ പദ്ധതി 32 ലക്ഷം, ഡയാലിസിസ് സെന്റർ നടത്തിപ്പിന് 40 ലക്ഷം, താലൂക്ക് ആശുപത്രി ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും മറ്റുമായി 75 ലക്ഷം, ശുചിത്വ മാലിന്യ സംസ്കരണം 1,70,00,000 രൂപ, പാർപ്പിടം 2 കോടി, റോഡ് വികസനം 4 കോടി, മറ്റു മരാമത്ത് പ്രവർത്തികൾക്ക് 1.5 കോടി, ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് 1,30,00,000 രൂപ, ദുരിതാശ്വാസ നിധിയിൽ നിന്നും അർഹരായവർക്ക് 6,000 രൂപ വരെ ധനസഹായം എന്നിങ്ങനെ ഏറെ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. ചെയർപേഴ്സൺ CP ഹബീബ ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബജറ്റ് അവതരണ യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇക്ബാൽ കല്ലുങ്ങൽ, ഷാഹിന തിരുനിലത്ത്, CP സുഹ്റാബി, VV അബു, KK റിഫ ഫത്താഹ്, നഗരസഭാ കൌൺസിലർമാർ, സെക്രട്ടറി റംസി ഇസ്മായിൽ, മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കും മൈക്രോ സംരംഭങ്ങൾക്കും സഹായം നൽകും. കാർഷിക മേഖലയിൽ കുടുംബശ്രീയുമായി ചേർന്ന് വനിതാ ഘടക പദ്ധതികൾ രൂപീകരിക്കും. ഇതിനാവശ്യമായ തുകകൾ ബജറ്റിലെ വനിതാ ഘടക പദ്ധതികൾക്കായി നീക്കിവെച്ചിട്ടുള്ള 65 ലക്ഷം രൂപയിൽ നിന്നും ചെലവഴിക്കും. KSWMP പദ്ധതികൾ ഉൾപ്പെടുത്തി വനിതകൾക്കായി പേപ്പർ ബാഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നഗരസഭയിലെ നിർധനരായ സ്ത്രീകൾ അനുഭവിക്കുന്ന വർത്തമാനകാലത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളായ ഗർഭാശയ ക്യാൻസർ, സ്തനാർബുദം എന്നിവ യഥാസമയം കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും പരിശോധനയും ചികിത്സയും തുടർ സേവനവും ലഭ്യമാക്കുന്നതിനുമായി നഗരസഭ ആവിഷ്കരിച്ച നൂതന ആശയമാണ് അതിജീവനം പദ്ധതി. കണ്ണൂർ ആസ്ഥാനമായ മലബാർ ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ കോർഡിനേഷനും മോണിറ്ററിംഗും കുടുംബശ്രീയുടെ അക്രഡിറ്റ് പരിശീലന ഏജൻസി വഴിയാണ് നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ സ്തനഗർഭാശയ ക്യാൻസറുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി നഗരസഭയിൽ തുടക്കം കുറിച്ച അതിജീവന പദ്ധതി ബജറ്റ് വർഷത്തിൽ നടപ്പിലാക്കുന്നതോടൊപ്പം ഇതിനായി നടപ്പ് വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിയ തുക സ്പില്ലോവറായി ബജറ്റ് വർഷത്തിലും ഉൾപ്പെടുത്തുന്നതാണ്. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916.